ഒരു സെൽഫ് സഫീഷ്യന്റ് റെസ്റ്റോറന്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അയിത്തന്റെ ട്രിക്ക് എന്താ പറയാ, എല്ലായിടത്തും കൃത്യം പൈസ വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ബാർഗൈൻ ചെയ്തിട്ട് മൂപ്പര് പറപ്പിക്കാം. ഓ പിന്നെ ഇത് വലിയ കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ കണ്ണൂരിൽ പ്രഭാത് ജംഗ്ഷനിൽ ഇതുപോലത്തെ സാധനമുണ്ട്. നട്സുകൾ, ഡേറ്റ്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ സമീപിക്കൂ. ബ്രാഡ് മാസ് തൊട്ട് അതടക്കം എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല, മറ്റേ ഞാൻ ഉദ്ദേശിക്കുന്ന മൗണ്ടൻ തന്നെ ഇങ്ങനെ ഒരു കൊടുമുടി പോലെ അതിന്റെ മേലെ മേഘങ്ങൾ മൂടിയിട്ട് അങ്ങനെ എന്റെ സങ്കല്പം. ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ചൈനയിലൊരു മൗണ്ടൻ കാണാൻ പോവാണ്. ആ സ്ഥലത്ത് വന്നു, ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇവിടെ ഇനി മേലേക്ക് കേബിൾ കാറിൽ കയറിയിട്ട് പോകണം. കേബിൾ കാർ സെപ്പറേറ്റ് ആണ് ടിക്കറ്റ്. അപ്പൊ JP പറഞ്ഞു ഞാൻ എടുത്തോളാം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. ആ, ജോയിന്റ് പവർ ഓട്ടോമോട്ടീവ് സ്പോൺസേഡ് കേബിൾ കാറിലേക്കാണ് നമ്മളിനി പോണത്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ക്യൂ ബോക്സ് അല്ലെങ്കിൽ ക്യൂ ബോക്സ് കൊടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, അപ്പൊ അത് സ്വപ്നത്തായിട്ട് റോഡ് വരുന്നത് വേണ്ട, ലൈൻ ആൻഡ് സ്പേസ് അത് സ്പോൺസർ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തോടെ അദ്ദേഹം മുന്നോട്ട് വരികയാണ് സുഹൃത്തുക്കളെ. ഇനി അല്ലെങ്കിൽ വേണമെങ്കിൽ MES ഇടപെടാം എന്നുള്ളതാണ് അടുത്തതായിട്ട് അവർ പറയുന്നത്. ഞങ്ങൾ ഏറ്റെടുത്തോളാന്ന് പറയുന്നു. ഇല്ല, ഞാനിത് ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജിത്തേട്ടൻ എല്ലാ ടിക്കറ്റുകളും ആദ്യം തന്നെ അജിത്തേട്ടൻ ഒറ്റക്ക്, അജിത്തേട്ടൻ സിംഗിൾ പർച്ചേസ്. വാശിയേറിയ പോരാട്ടം. ഇല്ല, അജിത്തേട്ടൻ എല്ലാരും എടുക്കാന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്നിരിക്കുന്ന വേറൊരു കോമഡിയും. അതായത് ഇന്നലത്തെ ദിവസം ഞങ്ങള് ഈ വയ്യ എല്ലാ ദിവസവും ഇങ്ങനെ കറങ്ങി നടന്നിട്ട് വയ്യ. ഇന്നലത്തെ ദിവസം മാത്രം സ്കിപ്പ് ചെയ്തവൻ ഇന്നലെയായിരുന്നു ഏറ്റവും നല്ല കാഴ്ച, ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. വൈഫ് കാണും വൈഫ് ചീത്തോണ്ടിരിക്കും, നിങ്ങളെന്തിനാ പോയത്. എനിക്ക് ഈ ട്രിപ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂപ്പരാണ്. മൂപ്പര് ബ്രാഡ്മാന്റെ ഒരു വലിയ ലഗേജുമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിലിങ്ങനെ കൈയിട്ട് കഴിഞ്ഞാല് നിർത്തിട്ടേ ഇല്ലേ, മൂപ്പര കീശയില് കൈയിട്ട് കഴിഞ്ഞാൽ കുറെ നട്ട്സും ഡേറ്റ്സും ഒക്കെ കിട്ടും. ഞാൻ ഇടയ്ക്കടെ പോയി കൈയിടുന്നത്. ഇല്ല, ഞാൻ തൊട്ട് മുമ്പ് കേറുമ്പോ മൂപ്പര കീശയില് കൈയിട്ടതാ, അന്നേരം കിട്ടിയതാ. അയിത്തന്റെ ട്രിക്ക് എന്താ പറയാ, എല്ലായിടത്തും കൃത്യം പൈസ വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ബാർഗൈൻ ചെയ്തിട്ട് മൂപ്പര പറപ്പിക്കാം. ബുദ്ധിപരമായ നീക്കം. ഇവിടെയും ബിസിനസ്. കാശ് എന്ന 14 പേര് മാത്രം വന്നാൽ മതി കേബിൾ കാറിൽ, ബാക്കിയുള്ളവർ നടന്നോന്ന്. നിങ്ങൾക്ക് കാശ് വേണ്ടല്ലോ, നിങ്ങൾക്ക് കമ്മീഷൻ അടിച്ചില്ലേ, ഞാൻ ഇത്രയാളെ കൊണ്ടുവന്ന സാറേ തൊട്ട്. ഒരു ആശ്രമത്തിലേക്കൊക്കെ വരുന്ന പോലെയുണ്ട്. ആലും പിന്നെ നല്ല മരങ്ങളും പച്ചപ്പും ഹരിതാപിയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇത് നല്ല തിരക്കുണ്ടാവുന്ന സ്ഥലമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ക്യൂ ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ടോ. നല്ല തിരക്കുണ്ടാവുന്ന സ്ഥലമാണ്. നമ്മൾ വരുമ്പോൾ ആരുമില്ല. ഇതാണ് നമ്മളിപ്പോ കയറാൻ പോണ കേബിൾ കാർ കേട്ടോ. കേബിൾ കാറിൽ ഉയരങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുക. നമ്മളിപ്പോ ക്ലൗഡ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു മൗണ്ടന്റെ മേലേക്കാണ് പോണത്. ഇതിന്റെ പ്രത്യേകത ഫുൾ ക്ലൗഡ് മൂടി കിടക്കുന്നുള്ളതാണ്. ഇന്ന് ഭാഗ്യത്തിന് വെതറും അടിപൊളിയാണ്. അതായത് അതിന് പറ്റിയൊരു വെതറാണ്. ഞങ്ങൾ 5 ആത്മീയാണ് ഈ ഒരു യാത്രയിൽ സംഗമിച്ചിരിക്കുന്നത്. ഇതിനെ പറ്റി എനിക്ക് കൗണ്ടർ അടിക്കാൻ തോന്നുന്നുണ്ട്, പിന്നെ വേണ്ട. ഈ കേബിൾ കാറിൽ കയറിയില്ലെങ്കിൽ ഈ വഴിയിൽ വെച്ച് പിടിച്ച് ആ ആൾക്കാർ നടക്കുന്ന പോലെ നടക്കേണ്ടി വന്നേനെ. ആ നടപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ കിടന്നേനെ. അതായത് 25 യുവാന് ഇപ്പൊ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ 2 മണിക്കൂർ നടക്കേണ്ടി വന്നേനെ. അതൊരു ബുദ്ധിപരമായ തീരുമാനമായി. ഞങ്ങളുടെ സെക്രട്ടറിക്ക് അതിന് നന്ദി പറയണു. കേബിൾ കാറിൽ ഞങ്ങൾ മൗണ്ടന്റെ മേലെ എത്തിയെന്ന് പറയപ്പെടുന്നു. മൗണ്ടൻ കാണുന്നില്ല. അതായത് ഇപ്പൊ കുന്നിന്റെ മേലെ ഉള്ളത്. അതല്ല, മറ്റേ ഞാൻ ഉദ്ദേശിക്കുന്ന മൗണ്ടൻ തന്നെ ഇങ്ങനെ ഒരു കൊടുമുടി പോലെ അതിന്റെ മേലെ മേഘങ്ങൾ മൂടിയിട്ട് അങ്ങനെ എന്റെ സങ്കല്പം. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവും എന്നുള്ളത് കാണണം. ഞങ്ങൾ മേലെ ഒരു നിരന്ന സ്ഥലത്തെത്തി. ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരും കേട്ടോ. നമ്മളെ കേബിൾ കാറിൽ കൊണ്ടുവന്നതാ. ഈ സാധനം നല്ല രസമാണ്. ഇത് ചൈനയിൽ എല്ലാ സ്ഥലത്തും കാണാം. ഇത് ചൈനക്കാരുടെ ഒരു ഐക്കോണിക് ഡെക്കറേഷനാണ്, തോരണം. ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു മൗണ്ടൻ അല്ല ഇത്. അതായത് ഒരു നല്ലൊരു കുന്നിന്റെ മേലെ നിന്ന് സിറ്റിയുടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഞാൻ വിചാരിച്ച ഒറ്റ കൊടുമുടി അതിന്റെ മേലെ ഇങ്ങനെ മേഘം മൂടി നിൽക്കുന്നുള്ളതാ. ഇന്നും മാറ്റൊന്നുമില്ല, ഇന്നും നടക്കേണ്ടി വരും തോന്നുന്നു. കേബിൾ കാറിൽ വന്നെങ്കിൽ പോലും ഇന്നും നടക്കാനുള്ള യോഗം കൊണ്ട് തോന്നുന്നു. ഇനി 2 കിലോമീറ്റർ നടന്നിട്ട് വേണം ഈ മൗണ്ടന്റെ പീക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് നടക്കണം. എല്ലാ ദിവസവും ചൈനയിൽ വന്നതിന് ശേഷം നടത്തത്തിനൊരു കുറവില്ല. നടക്കാൻ പഠിച്ചിട്ട് വീണ്ടും ഒരു 10 യുവാന് ഇവിടെ നിന്ന് ഇങ്ങനൊരു വണ്ടിയിലെ മേലേക്ക് കൊണ്ടുപോകും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ളക്കട ചേർത്തിന് 20 റിയാൽ വെച്ചിട്ട് പുത്തൂരം വീട്ടിലെ ശ്രീ അജയ് കുമാർ സ്പോൺസേഡ്
പുള്ളി എല്ലാം പുള്ളി ഏറ്റെടുത്തിട്ട് ചെയ്യാണ്. താഴെ നിന്ന് മേലേക്കും മേലെ നിന്ന് താഴേക്കും. ഇതൊരു മറ്റേ ഇവിടുത്തെ സ്പെഷ്യൽ ടീ ഉണ്ട് നേരെ പകരുന്നു. ലക്ഷങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫുൾ ടൈറ്റ് ആക്കിയിട്ടാ കൊണ്ടുപോകണേ. നമ്മളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോകുന്ന സമയത്ത് വലിയൊരു ടിക്കറ്റ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ വേണ്ട എന്നാ പിന്നെ അത് ഉപയോഗപ്പെടുത്തണ്ട ചിന്തിക്കൂലേ. അവിടെയാണ് ഇവരുടെ ട്രിക്ക്. ഇവർ ഓരോ സ്ഥലത്തും ടിക്കറ്റ് കൗണ്ടറുകൾ വെച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് 10, ആ പോയിന്റിൽ നിന്ന് അടുത്തതിലേക്ക് 5, അവിടുന്ന് പിന്നെ അങ്ങോട്ട് 10, അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ചെറിയ പൈസ കൊടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇപ്പൊ ഇവിടെ രണ്ടാമത് ടിക്കറ്റ് എടുത്ത് മേലെ വന്നപ്പോഴേക്ക് വീണ്ടും ഇവിടുന്ന് അടുത്ത ടിക്കറ്റ് വേറെ സ്ഥലത്തേക്ക്. നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തേക്കണേ. വാ, ഇതൊക്കെ നല്ല രസമുണ്ട്. അല്ല, അടുത്ത 5 രൂപന്റെ ടിക്കറ്റ് എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് 500 മീറ്റർ ഉയരത്തിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് അടുത്ത ടിക്കറ്റ് ഉണ്ടാവും നോക്കട്ടെ. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം നടന്നൊന്നല്ല, അവിടുന്ന് ഇനി കുത്തനെ വേറൊരു കയറ്റം വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു സിറ്റി വ്യൂ കണ്ടോ. ഏറ്റവും വലിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. ഇവിടത്തേക്കാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് വന്നത്. ക്ലൗഡ് ഇതാണ് ക്ലൗഡ് മൗണ്ടന്റെ ക്ലൗഡ്. തീർന്നില്ല മോനെ, ഇനിയുണ്ട് നടക്കാൻ. അയ്യോ, പ്രേമമുള്ള ആൾക്കാര് അല്ലെങ്കിൽ റിലേഷൻസ് സ്ട്രോങ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ പൂട്ടിട്ട് വെക്കാം. അതിനുള്ള സെറ്റപ്പാണ് ഇത്. എങ്ങോട്ടും പോലെ ഒഴിഞ്ഞു പോല. വേണമെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ പേര് ഇത് ഇട്ടോട്ടോ, റിസ്ക് എടുക്കട്ടാണ്. ഇതാണ് ഈ മൗണ്ടന്റെ പീക്ക്. ഇവിടെ നിന്നാണ് ഈ കാഴ്ച കാണാനാണ് നമ്മൾ ഇത്രയും കയറി വന്നത്. എഴുതിട്ടോ. അതായത് ബന്ധം എല്ലാ കാലത്തും ഊഷ്മളമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ചേച്ചി, പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ എഴുതിയിരുന്നില്ല, എന്നെ കൊന്നാലും ഞാൻ എഴുതി വെക്കൂലെന്ന് പറഞ്ഞത്. JP ലവ് സ്റ്റെഫി മുമ്പ് വന്നിട്ട് ആരെയോ പേര് എഴുതിയിട്ടതാ. കുടുംബകാലം വേണ്ട, ഇവിടെ വരെ ഇത്ര ഹൈറ്റ് ഇത്ര പൈസ കൊടുത്ത് വന്നിട്ട്. ചൈനീസ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഇവിടെ. പുള്ളി ഒരു സാധനം കണ്ടുപിടിച്ചു. അജിത്തേട്ടൻ മാതൃകാ ഭർത്താവായിക്കൊണ്ട് ഭാര്യയെ മിസ് ചെയ്യുന്നത് ഇവിടെ എഴുതി വെച്ച് തങ്ക ലിപികളിൽ രേഖപ്പെടുത്തുന്നത്. സ്വന്തം ഭാര്യന്റെ പേരിനല്ലേ എഴുതിയേക്കുന്നത്. ഈ നിഷാം സജ്ന ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോലാന്നാണ്. സ്വന്തം ഭാര്യയാണ് പ്രശ്നം. ഫുള്ളി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. RJ സൂരജ് ദോഹ, അക്ഷയ, വിസിറ്റഡ് ഓൺ 22/10/25. അതിന്റെ മലയാളിയാ വന്നത്, എല്ലാം തെളിയിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ. നട്ട്സുകൾ, ഡേറ്റ്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ സമീപിക്കൂ. ബ്രാഡ് മാസ് തൊട്ട് അതടക്കം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പരസ്യം, അതിന്റെ മുകളിലും പരസ്യം. ഞങ്ങൾ എന്തൊരു ഗതികെട്ടവന്മാരാണ് നോക്കിയേ. ഇത്രയും ദൂരം കയറി വന്നപ്പോഴാണ് കാണുന്നത് ഇങ്ങോട്ട് കയറി വരാൻ സെപ്പറേറ്റ് എലവേറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാ അവന്മാർ ആരെങ്കിലും കാണിച്ചു തരില്ലല്ലോ ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന്. വെറുതെ അത്രയും ദൂരം മെനക്കെട്ട് വലിച്ചു വെട്ടി നടന്നു. ഒരു കാര്യമില്ലാണ്ട് വലിച്ച് മേലെ വരെ നടന്ന്. ഇത്രയും വലിയ എലവേറ്റർ ഉണ്ടായിരുന്നു താഴെ നിന്ന് മേലെ വരെ എത്തിക്കുന്നത്. കണ്ടിട്ടുമില്ല. ബുദ്ധിമാന്മാര് മര്യാദക്ക് കയറി പോകുന്നുണ്ടോ. ഇത് കണ്ട, ഈ കുത്തനെയുള്ള സ്റ്റെപ്പ് ഞങ്ങൾ നടന്നു കയറി. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ മര്യാദക്ക് എസ്കലേറ്ററിൽ അങ്ങ് മേലെ വരെ സുന്ദരമായിട്ട് പോവായിരുന്നു. ഞങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് പിടിച്ചു. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വരുന്ന സ്ഥലത്ത് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ. ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ താഴത്തെ ഫ്ലോറിൽ വെക്കുന്ന വണ്ടികൾ നേരെ ലിഫ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ 100 വണ്ടി വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇവർ 500 വണ്ടി വെക്കുന്ന ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വലിയ കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ കണ്ണൂരിൽ പ്രഭാത് ജംഗ്ഷനിൽ ഇതുപോലത്തെ സാധനമുണ്ട്. 30 വണ്ടി വെക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. പക്ഷെ അതിൽ വണ്ടിയൊന്നും വെക്കൂല, ഞങ്ങളത് ഉണക്കാനിട്ടേക്കാം. അത് ഉണങ്ങി പരുവായതിനു ശേഷം ഏതോ ഒരു കാലത്ത് നമുക്ക് തുണി ആറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വണ്ടി വെക്കാനൊന്നും ഉപയോഗിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കുറെ കൊല്ലായി അതൊക്കെ കിടക്കുന്നത് കണ്ടോ. നമ്മൾ ഒറ്റക്ക് കുക്ക് ചെയ്ത് കഴിക്കണം ഇവിടെ. ജീവിതത്തിൽ ഇതുവരെ അടുക്കള കാണാത്ത ആൾക്കാർ പോലും ഈ റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വയം കുക്ക് ചെയ്ത് കഴിക്കണം. ഇങ്ങനെ ഒരു കിച്ചൺ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് മീറ്റ് കാര്യങ്ങളൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ അപ്പുറത്ത് എടുത്തിട്ട് വരാം. അത് എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ തന്നെ കഴിക്കണം. ഇവിടെയൊക്കെ മികച്ച പാചകക്കാരനുള്ള പേരെടുത്തുകൊണ്ട് ബാസിദ് ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പാചകക്കാരൻ ഞാനാണ് എന്ന് ഭാവിച്ചുകൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അജിത്തേട്ടൻ ഇവിടെ വെള്ളം തിളപ്പിക്കുന്നേ ഉള്ളൂ. ഇവിടെ നൂഡിൽസ് അത് വീട്ടിൽ ഓംലെറ്റ് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് മസാലയാ, അതിലിടാനുള്ള മസാല.
ഇടാനുള്ള മസാലയൊക്കെ എടുത്തിട്ട് വരുന്ന സൂരജിന്റെ ഒരു സാധനം വേറുന്നില്ല, ഭയങ്കര തൊളിക്കട്ടിയ സൂരജിന്. ഞാൻ എന്നെയല്ലല്ലോ എടുത്ത് ഗ്രില്ലാക്കണത്. ഇവരിവിടെ ഭയങ്കര കുക്കിങ്. ചിക്കനാ? ഓ, ഇതെല്ലാം ഇനി കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ റെസ്റ്റോറന്റിലാണ് വന്നേക്കുന്നത് ഇന്ന്. ഉണ്ടോ ഇവിടെ എല്ലാരും കുക്ക് ചെയ്ത് സ്വയം കുക്ക് ചെയ്തിട്ട് സെൽഫ് സഫിഷ്യന്റ് ആണ്. ഒരു സെൽഫ് സഫിഷ്യന്റ് റെസ്റ്റോറന്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതുണ്ടോ പലതരത്തിലുള്ള പച്ച മാംസം ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മൾക്ക് ഇതെടുത്ത് കൊണ്ടുപോകാം, നമ്മുടെ ടേബിളിന്റെ മേലെ നിന്ന് കുക്ക് ചെയ്യാം. വെജിറ്റബിളും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫിഷ് ഇതുണ്ടോ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നുണ്ടോ. സോ ഇതെടുത്ത് കൊണ്ടുപോവുക, കുക്ക് ചെയ്ത്. ചിക്കൻ ആവും, ഇത് പോർക്കൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ, അത് സ്പെഷ്യലി എഴുതി വെച്ചേക്കുന്നുണ്ട്. അതുപോലെ ഫിഷ് ഐറ്റംസ് ഉണ്ടോ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊണ്ടുപോകാം, കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നേരത്തെ മസാല തേച്ച മീൻ, ഇത് മസാല ഇല്ലാത്ത മീൻ. ഇനി അതെങ്ങനെ കുക്ക് ചെയ്തിട്ട് കഴിക്കേണ്ടത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ ചെമ്മീനും കക്കയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ വന്നേക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇത് കണ്ടോ പൊടികളും മസാലയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് കൊണ്ടുപോകാം. ഞാൻ കുക്ക് ചെയ്യാൻ പഠിക്കാണ്. ഇത് കണ്ടിട്ട് എൻ്റെ ഭാര്യയിൽ കുക്ക് ചെയ്യണം എന്നോട് പറയുന്നത്. ഇവിടെ ഇങ്ങനെ രീതി, അതുകൊണ്ട് വെറുതെ എടുത്ത് ഇതൊക്കെ അവർ പുരട്ടി വെച്ചിട്ടുണ്ടാവും. ഇതുപോലെ എടുത്തിട്ട് ഇതിന് ചൂടാവുന്ന കാണുന്നില്ലല്ലോ. നമ്മളിനി അങ്ങോട്ട് ചൂടാവേണ്ടിയല്ലോ. ചൂടാവുന്നില്ല. ആയിക്കോളും. ഇല്ല അത് അല്ല, അതിലല്ലോ വെക്കണ്ട, ഈ വെള്ളത്തിലിടേണ്ടത്. അത് ഏതില് ഓരോന്നും അത് ഓക്കെ. മസാല ഇല്ലാത്ത അതിനകത്തിട്ടോ. നൂഡിൽസ് ഐറ്റംസ് ഒക്കെ അതിലേക്ക് ഇങ്ങനെ പറഞ്ഞിടണം കേട്ടോ. മിക്സ് ആക്കരുത്. മിക്സ് ആക്കി അവിയൽ മാതിരി ആയിപ്പോ. അതൊക്കെ അതിൻ്റെ ഉള്ളിടാം, ഇതിൻ്റെ ഉള്ളിടാം. ജീവിതത്തിൽ ആദ്യമായിട്ട് മൂപ്പര് കുക്ക് ചെയ്യാണ്. വെറുതെ നിരുത്സാഹപ്പെടുത്തരുതിട്ടാ. കാരണം ഇത് വെള്ളത്തിലിട്ട് പോകണ്ടല്ലേ. ഇത് പച്ചയല്ലേ? അല്ല, അത് പഴുത്തോളൂ, വിട്ടോളൂ. പഴുത്തോളത്തല്ല, അത് കുക്കായിക്കോളും. അതൊക്കെ അത് വേറെ വെക്കേണ്ടി വരും. അതിന് പിന്നെ അത് ഫ്രൈ ചെയ്യാം നമുക്ക്. പിന്നെ ഇതില്ലേ, ഈ നൂഡിൽസ് ഇല്ലേ, ഇതില്ല, ഇതിന്റെ ഇങ്ങപ്പുറത്തെ പാത്രത്തിലിടണം. അപ്പൊ സൂരജ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണം? നിങ്ങൾ അവിടെ വെച്ചേക്കുന്ന ഡിസ്പ്ലേയിലുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇവരാണ് നിങ്ങളുടെ ടേബിളിൽ ഇരിക്കട്ടെ, അതാ നല്ലത് തോന്നുന്നത്. ഈ അഡ്വാൻസ് കഴിക്കുന്നതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ട് തിന്നതിന്. ഞാൻ പിന്നെ ഇടംബലം നോക്കിയില്ല. കണ്ണും കണ്ട സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് കുറേ എണ്ണം വെള്ളത്തിലോട്ട് കുറേ എണ്ണം കരക്കി വിട്ടിട്ടുണ്ട്. JP വന്നിട്ട് ബാക്കി മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിപ്പോ പകുതി കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് നാളത്തേക്ക് ഓഫ് എടുക്കേണ്ടി വരുമെന്ന് കണ്ടറിയിട്ട് വരും. നാളത്തെയും മറ്റന്നാളത്തെയും ദിവസത്തിന് വേണ്ടിയിട്ടാണ് കനോട്ട് ഫെയറിന് വന്നിട്ടുള്ളത്. അന്നേരം കിടപ്പിലായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് പായസമായതായിട്ട് പ്രഖ്യാപിച്ചോളുന്നു. എന്റെതെല്ലാം ഹൈ ലെവലിൽ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് കാണുമ്പോൾ വിചാരിക്കും JP നന്നായിട്ട് കുക്കിംഗ് അറിയുന്നതാണ്. മൂപ്പര് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനം ചെയ്യുന്നത്. മൂപ്പര് എനിക്ക് ഞാൻ കുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴേക്ക് ഞാൻ പുള്ളിയിൽ പ്രതീക്ഷിച്ചു. അതായത് പുള്ളിക്ക് ഇത് അറിയായിരിക്കുന്നത്. പുള്ളി പറഞ്ഞു ഇത് എങ്ങനെയാണോ നല്ല പറഞ്ഞിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഈ പൊടിയൊക്കെ ഇടണമായിരുന്നു. അത് നേരത്തെ പറയണ്ടേ. നമ്മളിത് അറിഞ്ഞ ഇതിപ്പോ വന്നിട്ട് ചേച്ചിന്റെ ഇതിന്റെ മേലെ കുറെ പൊടി ഇടുന്നു. ഇത് പൊടി ഇടണമെന്ന്. അപ്പൊ ഇത്ര നേരം കുക്ക് ചെയ്തോണ്ടിരുന്നത് പച്ച മീറ്റ് ആയിരിക്കും അല്ലേ? ബഹുത്തട്ട. ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി മൂപ്പരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതിപ്പോ ഇങ്ങനെയാവുന്നുള്ളത് പിടികിട്ടിറക്കി.
സത്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്ന ഈ കടക്കാർക്ക് നഷ്ടമാണ്. കാരണം അവിടെയുള്ള എല്ലാ സാധനവും എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടു. ഇനി ഇതുപോലത്തെ അവർക്ക് വൃത്തിയാക്കണം. അവർ ഉദ്ദേശിച്ചതിനേക്കാളും മേലെ ചെലവായി. ഇനി ശരിക്കും ഞങ്ങൾക്ക് അവർക്ക് ഫുഡ് വെച്ച് തരുന്നതായിരുന്നു ലാഭം. യെസ്, JPയുടെ മേൽനോട്ടത്തിലുണ്ടായ ഫിഷ് കഴിച്ചു നോക്കാണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കൊള്ളാം, മോശമില്ല. ഉപ്പൊക്കെ ഉണ്ടല്ലോ. ചേച്ചി വന്നിട്ട് ഉപ്പിട്ടോണ്ട് ഉപ്പുണ്ടായി. ഇതിൽ ഉപ്പില്ലാതെ വെച്ചാൽ എന്താ ചോദിക്കുന്നേ? എന്താ ചോദിക്കുന്നേ? ഓൻ ചൈനക്കാരനോട് സംസാരിക്കാണ്. പേരെന്താ, എവിടെ, നാട് എവിടെയാ, എന്താ ചെയ്യുന്നേ? ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി എന്ന് പറയുക ഒരു ക്രൂയിസ് ഡിന്നറാണ്. അപ്പൊ ആ ക്രൂയിസിലേക്ക് കയറാൻ വേണ്ടി ഹായ്, ഈ ലൈറ്റ് കത്തിച്ചിരിക്കുന്ന ICBC എന്നുള്ളതാണ് അത്ര നമ്മുടെ ക്രൂയിസ്, നമ്മുടെ കപ്പല്. ഇവിടുന്നാണ് ചെക്ക് ഇൻ, ഇവിടുന്നാണ് കയറുന്നത്. മത്സ്യബന്ധന നൗക. ഹായ്. സോ ഇതാണ് നമ്മുടെ ക്രൂയിസ്. ഒന്നുമില്ല, റെസ്റ്റോറന്റ് കയറിയ പോലെ തന്നെ ഉണ്ട്. ഒരു റെസ്റ്റോറന്റ് കയറിയ പോലെ തന്നെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മുടെ ക്രൂയിസ് ഇതേ പുറപ്പെട്ടു. എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചൈനയുടെ ഈ റിവർ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ കാൻഡോൺ ടവറിന്റെ മേലെ നിന്ന് ഈ ഒരു പാലത്തിന്റെ വിഷ്വലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പാലത്തിന്റെ മേലെ അഡ്വർടൈസ് ചെയ്യുന്നതൊക്കെ മേലെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കാണുന്നതാണ് കാൻഡോൺ ടവർ. അവിടെയായിരുന്നു ഇന്നലെ നമ്മൾ രാത്രി കയറിയത്. സംഭവം എല്ലാം മൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ എക്സ്പീരിയൻസ്. വേറെ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ പോയ സമയത്ത് നൈൽ നദിയിലൂടെ ഇതുപോലൊരു ക്രൂയിസിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുവാണ്. വാ, നമ്മളങ്ങനെ കാൻഡോൺ ടവറിന്റെ അടിഭാഗത്തെത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കെട്ടിയാ? കേക്ക് കെട്ടിയാ? ചിരിച്ചേ, സ്മൈൽ 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 സ്മൈൽ. ഹാപ്പി ആണല്ലോ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. കട്ട് ചെയ്തേ പുതിയ. എനി ടൈം ഒരു കൾച്ചർ പ്രതീക്ഷിക്കാം. ഉറക്കം എഴുന്നേറ്റിട്ട് ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം. ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. കട്ടി 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 കേക്ക് കട്ടി, കേക്ക് കട്ടി. ഉറങ്ങുന്ന കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ഇല്ലാന്നോ? അങ്ങനെ ചൈനയിലെ സൂപ്പർ നൈറ്റ് വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങളിത് ഇന്ന് മടങ്ങിപ്പോകാനുള്ള പരിപാടിയാണ്. വലിയ വീഡിയോ ആണ്, 20 മിനിറ്റോളം ഉണ്ട്. ഇത്രയും നേരം കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണം. ആൻഡ് ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കാണുന്നതിൽ സന്തോഷം. ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ, നമ്മളിന്ന് അനുഗ്രഹിച്ചാൽ വലിയ സന്തോഷം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കൂടി കാണണം, നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് 3 എപ്പിസോഡ്സും കാണണം കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.